ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന ഗെയിമിൻ്റെ പേരാണ് നിങ്ങൾക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും, ഗ്രാനി ഗെയിംസിലി ചാപ്റ്റർ 1. ഇത് നമ്മൾ കാർ എസ്കേപ്പ് ചെയ്ത് ഡോർ എസ്കേപ്പ് ചെയ്ത് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതാണ് ഡ്രെയിനേജ് എസ്കേപ്പ്. ഇത് ഗ്രാനി വന്നിട്ട് ലാസ്റ്റ് എപ്പിസോഡാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചൊന്ന് കണ്ടോട്ടാ. വീഡിയോയിൽ ലെങ്ത് എത്ര പോകുമെന്ന് പറഞ്ഞുകൂടാ. അപ്പോൾ നമുക്ക് നേരെ കളിയിലോട്ട് പോകാം. ഞാൻ വേറെ കാര്യം പറയാണ്, വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് അയച്ചെടുക്കണം മറക്കരുത്. അവരൊന്ന് കാണട്ടെ, ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യട്ടെ. സോ ഗൈസ്, അപ്പോൾ ഡേ 1 നമുക്ക് ഡേ 1 ആയിട്ടാണ്. സോ ഗൈസ്, അപ്പോൾ നമ്മൾ പതിപോലെ ഇൻറ്റു സോ ഗൈസ്, അപ്പം നമുക്ക് പുറത്തോട്ട് പോവാം. അമ്മ ഇവിടെ നിന്ന് പറഞ്ഞിട്ടാ. ഗൈസ്, അമ്മാമ്മ ഇവിടെ നിന്ന് നോക്കിട്ടോട്ടാ. അത് നമുക്ക് പിന്നെ പണി കിട്ടൂല. ഗൈസ്, അപ്പം നമുക്ക് അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും നോക്കാം. സോ ഗൈസ്, അപ്പം നമുക്ക് കട്ടിംഗ് പ്ലെയർ മുകളിൽ കട്ട് ചെയ്യാൻ ആവശ്യം. നമുക്ക് വേണ്ടേ അങ്ങോട്ട് ഡ്രോപ്പ് ചെയ്യട്ടാ. സോ ഗൈസ്, അപ്പം അമ്മാമ്മ താഴെയുണ്ട്, ഇനി പഠിക്കേണ്ട ആവശ്യമില്ല. എനിക്ക് ഇവിടെ തപ്പാട്ടാ. കൂടെ തപ്പ ബാറ്ററി ആവശ്യമില്ല. നമ്മൾ നോക്കി നമുക്ക് ഇതിൽ കൂടെ പോയി നോക്കാട്ടാ. ഇവിടെ എന്തൊക്കെയുണ്ട് ടേബിളിമൊക്കെ എന്തെങ്കിലും ഇവർക്ക് വെച്ചൂടെ. സോ ഗൈസ്, അപ്പം നമുക്ക് ഇവിടെ തപ്പാട്ടാ. അയ്യോ, ഇത് ഫുള്ളും കാറിൻ്റെ സാധനങ്ങളാണല്ലോ തന്നെ. സോ ഗൈസ്, അപ്പം നമുക്ക് സിലിണ്ടറിൻ്റെ ഇവിടെ എന്തെങ്കിലും ഉണ്ടോ നോക്കാട്ടാ. നമുക്ക് ഇവിടെ നിന്ന് കോഗ് വീൽ കിട്ടി. നമുക്ക് വെപ്പൻ കിട്ടിയിട്ട് സിലിണ്ടറിയുടെ പാവേനെ കൊണ്ട് വെക്കാട്ടാ. സോ ഗൈസ്, ഇവിടെ ഒരു പെയിൻറ്റിങ്ങിൻ്റെ പീസ് ഉണ്ട്, നമുക്കിത് മറിച്ചിടാം. അപ്പം ഞാൻ ഇങ്ങോട്ട് വന്നോളൂ. അയ്യോ, ഇത് കിടക്കുമ്പോൾ ശബ്ദം കേൾക്കില്ല. ഗ്രാനി വന്നേക്കുമ്പോൾ നമുക്ക് ഇതിൽ കൂടെ പോട്ടാ. പിടിയില്ല. എല്ലാം കാറിൻ്റെ സാധനങ്ങളാണോടാ. ഇപ്പം കാർ എസ്കേപ്പ് കളിക്കായിരുന്നു. സോ ഗൈസ്, അപ്പം നമുക്ക് സ്പൈഡറിൻ്റെ ബുക്ക് കിട്ടിയിട്ടുണ്ട്. അമ്മൂമ്മ ഇവിടെ ഇല്ലല്ലോ. സോ ഗൈസ്, അപ്പം അമ്മൂമ്മ ഇവിടെ ഇല്ല. നമുക്ക് തുറന്നു നോക്കാം. ഇതിൻ്റെ ഒരു മറ്റേ മുകളിലത്തത് അമ്മൂമ്മ അവിടെ ഉണ്ടോ നോക്കട്ടെ. അവിടെ ഇല്ലേ? അമ്മൂമ്മയ്ക്ക് ഒരു ഉത്തരവാദിത്വമില്ലല്ലോ. ശബ്ദം കേൾക്കേണ്ട സ്ഥലത്ത് പോകണില്ല. നമുക്കിത് ഇതേ തപ്പി കേട്ടാ. സോ ഗൈസ്, അപ്പം ഇവിടെ ഒന്നുമില്ല. ഇതേ അമ്മാമഞ്ഞ് നന്നായി. താഴത്ത് വലുത് അമ്മാമ വല്ലതും വെച്ചണ്ട ഇല്ല. സോ ഗൈസ്, അപ്പം നമുക്ക് സ്പൈഡറിൻ്റെ ബുക്ക് നേരെ കൊണ്ട് അവിടെ കാട്ടാ ആണ്. സോ ഗൈസ്, അപ്പം നമ്മൾ സ്പൈഡറിൻ്റെ ബുക്ക് കൊണ്ട് അവിടെ വെച്ച് നമുക്ക് അമ്മാമ്മയുടെ റൂമിൽ എന്തെങ്കിലും കിട്ടുമെന്ന് കേട്ടാ. അമ്മാമ്മയുടെ റൂം ഇതാണ്. അമ്മാമ്മയുടെ റൂം ഈ ടേബിളിൽ ഒന്നുമില്ല. ഇവിടെ ഒന്നുമില്ലേ. കാക്കയുടെ സംസാരിക്കണേ. മറ്റേ റിമോട്ട് ഇതിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യണ്ട. ഇതിൻ്റെ ഉള്ളിൽ ഒന്നുമില്ല. ഒന്നിട്ടാ. എല്ലാവരും ഓർത്ത ചോട്ടാ. നമ്മൾ സ്പൈഡറിൻ്റെ സ്ഥലത്തോട്ട് പോയിട്ട് ഒന്നാണ്ട് ചേക്കണ്ടേ. നമുക്ക് രണ്ടാമത്തെ സാധനം കിട്ടിയിട്ടാ. എനിക്ക് വെപ്പൺ കീ വേണം. കഴിച്ചാൽ മമ്മി കൂടെ വന്നിട്ടാ. മമ്മി കൂടെ വന്നില്ല. നമുക്ക് മറിച്ചിട്ടുണ്ട് അങ്ങോട്ട് പോട്ടാ. സോ കഴിച്ചപ്പോൾ നമുക്ക് വെപ്പൺ കീ വേണം. വെപ്പൺ കീ എവിടെ നിന്ന് കിട്ടും? നമ്മൾ പുറത്തോട്ട് പോയി നോക്കിയിട്ടില്ല കേട്ടാ ഇതുവരെയായിട്ടും. നമുക്കിപ്പോൾ എന്തോട്ടെ സ്പൈഡറിൻ്റെ അടുത്തോട്ടുള്ള താക്കോലിട്ടുണ്ടാവും കേട്ടോ. നമുക്ക് അപ്പോൾ അതിന് മുമ്പ് തന്നെ ഇവിടെയൊക്കെ എന്തെങ്കിലും ഉണ്ടോ നോക്കാം. കഴിച്ചപ്പോൾ ഇവിടെ ഒന്നുമില്ല. നമുക്കിത് മറിച്ചിട്ടുണ്ടോ കേട്ടോ. ഒന്നുകൂടി അമ്മാമ്മയും കൂടെ വന്നോളൂ. അപ്പം നമ്മൾ അങ്ങോട്ട് പോവാണ്. സോ ഗൈസ്, അപ്പോൾ ഞാൻ പിന്നെയും പറയുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഡു ലൈക്ക്. അയ്യോ,
ഫസ്റ്റ് എന്നെ വെറുതെ ചത്തടാ. സോ ഗൈസ് ഫസ്റ്റ് എന്നെ അടി കൊണ്ട് ചത്ത്. സോറി ട്ടാ, ഡേറ്റ് പോയി. സോ ഗൈസ് അപ്പം നമുക്ക് ഇത് മറിച്ചിട്ടുകൊണ്ട് പോകട്ടാ. എൻ്റെ ശബ്ദം കേട്ടാൽ മമ്മി ഇങ്ങോട്ട് വന്നോളൂ. നമുക്ക് ഇവിടെ വിളിച്ചിക്കാം. ഞാൻ മമ്മറ്റേ സോ ഗൈസ് അപ്പം നമുക്ക് ഈ ഇടയിൽ കൂടെ നോക്കാട്ടാ. അമ്മമ്മയുടെ ശബ്ദം കേൾക്കില്ല, അമ്മമ്മനെ കാണില്ല. സോ ഗൈസ് അപ്പം അമ്മമ്മ വന്നിരിക്കുകയാണ്. അമ്മമ്മ അവിടെ നോക്കിയെടുക്കട്ടെ. നമുക്ക് ഇവിടെ എന്തെങ്കിലും നോക്കാം. ഇതിലൊന്നുമില്ല. നേരെ താഴത്തോട്ടാ. ഇവിടെ ഇതിലൊന്നും ഇല്ലല്ലോ. നമ്മളിനി എന്ത് ചെയ്യും ഗൈസ്? വെക്കാം. ഇതില്ല. സോ ഗൈസ് അപ്പം നമുക്ക് കണ്ണിൻ്റെ പീസ് ഇട്ടിട്ടാ എന്തെങ്കിലും നമുക്ക് അവിടെ കൊണ്ടുപോയി വെക്കാം. ഗൈസ് അപ്പം നമ്മൾ ഇവിടെ എത്തിയിരിക്കുകയാണ്. നമ്മളത് വെച്ചിട്ടാ. ഈ കാർമൊന്നും തരല്ലേ, എന്തെങ്കിലുമൊക്കെ ഇളകി വരും. അപ്പോൾ സോ ഗൈസ് അപ്പം നമുക്ക് സെക്കൻഡ് പീസ് കിട്ടിയിരിക്കുകയാണ്. നമുക്ക് തോക്കിൻ്റെ എല്ലാ പീസും കിട്ടിയിട്ടാ. ഇനി ആ മാമയെ നമുക്ക് ഉറക്കി കിടക്കാം. ഇനി വാ മാമേ, ഇപ്പം കാണിച്ചു തരാം. അമ്മാമേനാ വെടി വെച്ചിട്ടിട്ട് നമുക്ക് സിലിണ്ടറിനടെ ബുക്ക് കൊടുക്കാൻ പോട്ടാ. നമുക്കത് മറിച്ചിടാം. വീണില്ലത്. അമ്മാമ എവിടെ ഉണ്ട് കേട്ടാ. നമുക്ക് ഇത് മറിച്ചിടുണ്ടോ. എൻ്റെ ശബ്ദം നന്നായിട്ട് കേട്ടിട്ടുണ്ട് കേട്ടാ. ഞാൻ മാമ അവിടെ നിന്ന് എത്തട്ടെ. നമുക്ക് ഇവിടുത്തെ നോക്കാട്ടാ. സോ ഗൈസ് അപ്പം മാമ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ആ നേരം കൊണ്ട് ഇതിൽ കൂടി ഇങ്ങോട്ടോ. ഇതൊന്നും മറിച്ചില്ലേ. വെള്ളം നോക്കി. സോ ഗൈസ് അപ്പം നമ്മൾ ഇതെടുത്തുണ്ട്. നമുക്കിനി തോക്ക് വെച്ചിട്ടുണ്ട്. തോക്ക് റെഡി ആക്കട്ടാ. സോ ഗൈസ് ഇപ്പം നമ്മുടെ തോക്കം കൂടെ റെഡി ആയിട്ടാ. ഞാൻ അമ്മാമ്മേനെ വെടി വെച്ച് ചേട്ടാ. നമുക്കിത് അതേ മറിച്ചിടാം. ഞാൻ അമ്മാമ്മ പറ്റേട്ടാ. അമ്മാമ്മ വന്നിട്ട് കാണാം. അത് വന്നേ. സോ ഗൈസ് അമ്മ വന്നു. ഇനി വാ. 2 മിനിറ്റ് 30 സെക്കൻഡ്. നമുക്ക് നേരെ നമുക്ക് അമ്മാമ്മയുടെ റൂമിൽ പോട്ടാ. സോ ഗൈസ് അപ്പം നമുക്ക് ഈ സാധനം കിട്ടിയിരിക്കുകയാണ്. നമുക്ക് ട്രാപ്പും കിട്ടിയിട്ടോ. ട്രാപ്പ് നമുക്ക് പിന്നെ ഒന്ന് എടുക്കാട്ടാ. നമുക്ക് ഇട്ടുണ്ട് കേട്ടോ. സ്പൈർ സ്ക്രേ എന്തായാലും ഇപ്പം ഇവിടെ കിട്ടിയിട്ടുണ്ടാവും. സോ ഗൈസ് അപ്പം നമുക്ക് എടുത്തുകൊണ്ട് പോവാം. അമ്മാമ്മ എനിക്കറിയാം പകുതി സമയം കഴിഞ്ഞിട്ടുണ്ടാവും. ഇപ്പം ഇവിടെ എത്തി. നമുക്ക് ഇത് തുറക്കാം. ഇത് ഇതങ്ങോട്ട് ഇടാം. എന്നിട്ട് ഇതങ്ങോട്ട് ഇടാം. നമുക്ക് ചാടാം. അപ്പം നമ്മൾ ചാട്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടാവട്ടെ. ഒരു കോക്ക് വീടെടുക്കുന്നുണ്ട്. കോക്ക് നമുക്കത് അങ്ങോട്ട് ഇടാട്ടോ. നമ്മളിങ്ങോട്ട് ചാടിയുണ്ട്. ഇതിവിടെ കൂടി എന്തെങ്കിലും വെച്ചെങ്കിൽ സൂപ്പറായനെ. ഇതിൽ കൂടെയുള്ള വെള്ളം തന്നെ അഴുക്ക് വെള്ളം. നമുക്ക് ഈ കോല് ഇവിടെ വെക്കാം. എന്നിട്ട് നമുക്ക് ഇതെടുത്തോണ്ട് പോട്ടാ. അപ്പം നമ്മുടെ വീട് നമ്മുടെ അമ്മ ഗെയിമിലുള്ള ഇവനാണ്ട് എപ്പോഴും പേടിച്ചോണേ. ഞാൻ പേടിച്ചോറില്ല. മൂളി ഉണ്ടാവും നോക്കട്ടെ. സ്പൈഡർ വരെ വന്നിട്ടാ. സ്പൈഡർ വന്നിട്ട് നമുക്ക്
സ്പൈഡർ കാണാണ്ടിരുന്ന സ്പൈഡർ നേരെ ഇങ്ങോട്ട് പോട്ടാ. ഇതാണ് നമ്മുടെ റൂട്ട്. വേറെ തന്നെ കാണിച്ചിരിക്കണേ കണ്ടോ. സ്പൈഡർ കണ്ട് ഞാൻ പോട്ടേട്ടാ. സ്പൈഡർ അങ്ങോട്ട് വേണ്ടി ഇത് നേരെ നമുക്ക് അപ്പം തുറക്കാട്ടാ. നമ്മൾ സ്പൈഡർ തുറന്നുകൊണ്ട് നമുക്ക് നേരെ ഉടപ്പി വിളിച്ചുക. അതിനേക്കാളും മുമ്പ് നമുക്ക് ഇതിലെന്തിക്കണ്ട, ഇതിലൊന്നുമില്ല. സ്പൈഡർ ഇനി ഇങ്ങോട്ട് പോയേക്കണേ. അവോ സ്പൈഡർ അങ്ങോട്ട് പോയിട്ടുണ്ട്. അത് നമുക്ക് ഇച്ചിരി പേടി വരും. എന്നാലും നമുക്ക് പോയേക്കട്ടാ. അപ്പം ഇവിടെ വലുതുണ്ടോ നോക്കാം. ഇവിടെ വലുതുണ്ടോ നോക്കാം. ഇതിലൊന്നുമില്ല. അപ്പം നമ്മൾ പോകി വിളിച്ച് ഞങ്ങൾക്ക് ഇവിടെ ഗ്രാനുണ്ടോ നോക്കട്ടെ. നമുക്ക് കേണി എടുക്കട്ടാ. നമുക്ക് ഇവിടെ ഇടാം. ഗ്രാനി ഇങ്ങോട്ട് വന്നോളും കേട്ടാ. ഗ്രാനി ഇങ്ങോട്ട് വന്നോളും ഇനി. അപ്പം നമ്മൾ ഇനി ഗ്രാനി ഇങ്ങോട്ടത്തെ നമ്മുടെ തോക്കിന് ഉണ്ടില്ല കേട്ടാ. നമ്മൾ കുറേ ശബ്ദം ഉണ്ടാക്കിയിട്ട് ഇനി ഗ്രാനി പറ്റേ. A few moments later. അപ്പം ഗ്രാനി ഫുള്ള് ഇതായിപ്പോയി. എന്നുവെച്ചാൽ അങ്ങ് ഇല്ലാണ്ടായിപ്പോയി, തണുത്ത്. ഇറച്ചി കഷ്ണം പോലെ കിടക്കലുണ്ടോ. അപ്പം നമുക്ക് ഇതിൻ്റെ നേരെ പോയി ഉണ്ട നിറയ്ക്കാട്ടാ. നോക്കട്ടെ, അതിന് മുമ്പ് തന്നെ ഒന്ന് ലോഡാക്കട്ടെ. നോക്ക് സിലിണ്ടർ ചെയ്യണ പാവ് കൊണ്ട് വെക്കാം. പാവ് എടുക്കുമ്പോൾ ഗ്രാനിയുടെ കണ്ണൊക്കെ ചുമന്ന കളറിലാവും. അതുകൊണ്ടാണ്ടാ ഒരു ഹാർട്ട് അടിക്കാൻ തുടങ്ങും. എന്നിട്ടുണ്ടെങ്കിൽ ഗ്രാനി ഓടി ഇങ്ങോട്ട് വരും. അതുകൊണ്ട് നമുക്ക് ഗ്രാനി ഓടി ഇങ്ങോട്ട് വരുമ്പോൾ നമുക്ക് നേരെ അത് വെടിവെക്കാം കേട്ടാ. ഹാർട്ട് അടിക്കണില്ലടാ എൻ്റെ. എന്നൊക്കെ ചുറ്റി കിട്ടിയിട്ടില്ല. ഇനി എന്ത് ചെയ്യും മല്ലയ്യ? അവിടെ എന്ത് സാധനമുള്ളേ? കണ്ടിട്ട് മനസ്സിലാവില്ലല്ലോ. സേഫ് കീ ആയിട്ട് തോന്നേ കണ്ടിട്ട്. ഇപ്പം ഇതിൽ കൂടെ പോട്ടാ. ഇവിടെ എന്തെങ്കിലും ഉണ്ടോ ഒന്നുകൂടി നോക്കട്ടെ. നമുക്ക് എന്തെങ്കിലും കിട്ടിയിട്ട് ഇനി കാണിച്ചു തരാട്ടാ. ഇതിപ്പോൾ തന്നെ പേടിക്കണ്ട. അപ്പോൾ നമുക്ക് നേരെ ആ സ്കൂട്ടർ വെച്ചുകൊണ്ട് തുറന്നാൽ എന്ത് കിട്ടും നോക്കാട്ടാ. അത് കിട്ടിയിട്ടാ. അപ്പോൾ കൈസ് അതിനേക്കാൾ മുമ്പ് നമുക്ക് ലോഡ് ചെയ്ത് തരാട്ടാ. ഇനി ഗ്രാനൈറ്റ് ലോഡ് ചെയ്യാൻ സമയം കിട്ടില്ല. അതുകൊണ്ടാട്ടാ ഡ്രോപ്പ് ചെയ്ത് നമുക്ക് ആ സ്കൂട്ടർ വെച്ചുകൊണ്ട് തുറക്കാട്ടാ. ഇനി അവിടെ പോയിട്ട് തരികയാണ്. ഇനി നമുക്ക് തുറന്നു നോക്കാം എന്തൊക്കെയാണ് ഇല്ല. ഗൈസ് അപ്പം നമ്മുടെ എസ്കേപ്പിൻ്റെ സെക്കൻഡ് സാധനം കിട്ടിയിട്ടാ. നമുക്ക് ഇത് കൊണ്ടുപോയി അവിടെ ഇടാം. കറക്റ്റ് ഹോട്ടലിൽ ഇട്ടാ. അപ്പോൾ ഗൈസ് അപ്പം നമുക്ക് ഇനി സ്കൂട്ടറിൻ്റെ ആവശ്യം ഉണ്ട്. സ്കൂട്ടർ വേണ്ട ആവശ്യമുണ്ട്. താഴത്ത് പോയിട്ട് സ്പൈഡറിൻ്റെ അവിടെ ഒരു സാധനം തുറക്കാനുണ്ട്. അവിടെ അത് കറക്റ്റായിട്ട് വീണില്ല. ഞാൻ നിൽക്കുമ്പോൾ നമുക്ക് തോക്ക് എടുക്കട്ടാ. തോക്ക് മുഖ്യം. ഇതിലേ ആകെ ഒരു ഉണ്ടയുടെ ബലത്തിലാണ് ഞാൻ നിൽക്കണേ. നമുക്കപ്പം ഇതും കൊണ്ട് ചാടാട്ടാ. ഇത് വീണെന്നെനിക്ക് തോന്നല്ല. അപ്പം നമുക്ക് ഇതിലോട്ടിടാം. ഇതിലോട്ടൊക്കെ കറക്റ്റായിട്ടാണുള്ളൂ. എന്നിട്ട് നമുക്ക് ഇതിലോട്ട് ഇടാം. ഇത് ഇടാം. ചാടാ.
ഗൈസ് അപ്പോൾ നമ്മുടെ ഗ്രാനിയുടെ മിക്ക നമ്മൾ നോക്കി നമ്മളെവിടെ നോക്കാനുള്ള നമുക്ക് ഇവിടെ കൂട്ടിയിട്ട എല്ലാ സാധനങ്ങളൊക്കെ എന്നൊക്കെ എന്നിട്ട് തോപ്റ്റ് അപ്പോൾ ഒരു വടി കണ്ടില്ലേ ഇത് ഗ്രാനിയുടെ ആയിരുന്നട്ടാ. അയ്യോ പണി കിട്ടിയാണിപ്പ ചത്തോനെ ഭാഗ്യം. തോക്കവിടെ അമ്മാമ എവിടെ? അമ്മാമേ ഇനി വാ. അതെ തന്നെ വേമ്പ ഇവിടെ വെടിച്ചിട്ടിട്ട് നമുക്ക് നേരെ പോവാം. അടിപൊളി ബുള്ളറ്റില്ല നമുക്ക് മുകളിൽ നിന്ന് കളിക്കാം. താഴത്തോട്ട് ഇങ്ങോട്ട് പോവാ. താഴത്തോട്ട് പോയിട്ട് സ്പൈഡർ നോക്കാം. അമ്മേ നമ്മുടെ ഫുള്ള് കളികളും താഴത്താണ്. നമുക്ക് വല്ല ചുറ്റിയും കിട്ടിയാൽ ഫ്രണ്ട് റേണ്ട് പാവ വെക്കാൻ പറ്റുള്ളൂ. ചുറ്റിയുണ്ടെങ്കിൽ സൂപ്പറായനെ. ഞങ്ങൾക്ക് നേരെ അങ്ങോട്ട് പോവാം. ഇവിടെ കറക്റ്റായിട്ട് നോക്കൂ കേട്ടോ. ഇപ്പം നല്ല സ്കൂട്ടർ ഡ്രൈവർ വെച്ചിട്ട് അങ്ങോട്ട് പോട്ടാ. എനിക്ക് അതേ പോണോ അങ്ങോട്ട് പോണേ. വന്നട്ടാ അപ്പോൾ സ്പൈഡർ ഇങ്ങോട്ട് വേണ്ടി നമുക്ക് ഓടി ഇങ്ങോട്ട് കേട്ടാ. അത് നല്ല പേടി കണ്ടിട്ടാ. പാട്ടിലോക്കിയാ ഇതെന്തിനും നമുക്ക് ഇലക്ട്രിക്കാ. സോ ഗൈസ് അപ്പോൾ നമുക്ക് മുകളിൽ കയറി പോയിട്ട് എന്താ അത് തുറക്കാനുണ്ട്. അത് ഏത് നമ്പർ തുറക്കണ്ടേ? സോ ഗൈസ് അപ്പോൾ ഞാൻ അത് പോയി നോക്കിയിട്ട് കേട്ടാ. സോ ഗൈസ് അപ്പോൾ നമ്മൾ കുറേ നേരത്തിന് ശേഷം നോക്കിക്കൊണ്ട് ഓടി വന്നിട്ടാ. അപ്പോൾ അത് പിടിക്കാൻ വന്നതാ, പക്ഷെ നമ്മൾ പിടികൊടുത്തില്ല. സോ ഗൈസ് അപ്പോൾ അത് ഒന്നാണ് കേട്ടോ. ഒന്ന് പോടാ അത് തുറക്കാനാ പ്ലീസ് പോ. A few moments later. പാട്ട് പോയി അവൻ പോയാ? കേട്ടോ അവൻ പോയാന്ന് നോക്കട്ടെട്ടാ. അവൻ പോയി നക്ക് തുറന്നോണ്ടോ കേട്ടാ. അടുക്കി ഒന്നടാ. ഒന്ന് നക്ക് മറ്റേ കണ്ടറിൻ്റെ സാധനം കിട്ടിയിട്ടാ. കിണറേ താഴത്തോട്ടോ. ഫയറിൻ്റെ ഒക്കെ നിങ്ങൾ നോക്കിയാൽ കാണാം. ഞാനപ്പോൾ ഇതിൽ കൂടെ ഓടിപ്പോണ്ടാ. അയ്യോ അവനെന്താ. സഹായ നമുക്ക് ഇത് നേരെ അവിടെ കൊണ്ടുപോയി വെക്കാട്ടാ. നല്ലതാണ് ഈ സൂപ്പറാണ് എൻ്റെ പൊന്നെ. നല്ലതായിട്ടില്ലെങ്കിൽ മോശം കേട്ടാ. സോ ഗൈസ് അപ്പോൾ നമുക്ക് ചുറ്റി കിട്ടിയിരിക്കുകയാണ്. നമുക്ക് ചുറ്റിയെ കൊണ്ടുപോയിട്ട് ഈ സ്ഥലങ്ങൾ പൊളിക്കേണ്ട കേട്ടാ. ഇതിൻ്റെ ശബ്ദം കേട്ട് ഞാൻ അമ്മാമ ഇങ്ങോട്ട് വരും. കാക്കത്തേറ്റ് ഈ അമ്മാമ ഇനി വന്നതൊന്ന് പോട്ടേട്ടാ. കാക്കത്തേറ്റും വെച്ചിട്ട് ഇവിടെ കളിയുണ്ട്. അമ്മാമ ഇനി പോട്ടെ. കിണിക്കണ്ട. അപ്പം നമുക്ക് ഈ സീറ്റ് അവിടെ കൊണ്ടുപോയി വെക്കാട്ടാ. അമ്മാമ അവിടെ കിണി വെച്ചിട്ടുണ്ട്. കിണി അയ്യോ ഇപ്പം തന്നെ അമ്മാമ ഇങ്ങോട്ട് വരും. നമുക്ക് ഇതൊക്കെ ഇട്ടുകൂടാ. ഞാൻ അമ്മാമ ഇങ്ങോട്ടെ. അയ്യോ പാവം തണുത്ത് കുറച്ച് പോയി. പൊട്ടി തെറിച്ചോട്ടാ പാപം. ഇത് ഒക്കെ തെറിച്ചു പോയിട്ടാ. ഇത് കണ്ടോ അമ്മാമ ഐസായി പോയി. നമുക്ക് ഇതിൻ്റെ ആവശ്യം ഉണ്ടെന്നാണ് കേട്ടാ. ആവശ്യം ഉണ്ടായിരിക്കും. ആവശ്യമില്ലാണ്ട് നമ്മളെടുത്തോണ്ട് ആ ഫുള്ള് ഇതും അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. എന്താ ഫുള്ള് തീറ്റയും നമുക്ക് നമ്മൾ ആ കാക്കി കൊടുത്തോണ്ട് സന്തോഷത്തിൽ തിന്നട്ടെ. അമ്മ കാക്കിക്കൊന്നും കൊടുക്കാനുള്ള ഒന്നേ. അതുകൊണ്ടായിരിക്കും വേഗം തിന്നോണ്ട് വേഗം പോണേ.
നല്ല അനുസരണയുള്ള കാക്ക. എല്ലാ ഇത് ഇവിടെ ഇടാട്ടാ. നമുക്ക് എന്നിട്ട് ഇത് എടുത്തുകൊണ്ട് അതിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യണ്ടോ നോക്കാം. എന്തെങ്കിലും ഉണ്ടായി സൂപ്പറാണ് യൂസ് ചെയ്ത് കൂട്ടു. സോ ഗൈസ്, അപ്പം നമ്മൾക്ക് എല്ലാ സാധനങ്ങളും കിട്ടിയിരിക്കുകയാണ്. നമ്മളപ്പോൾ അമ്മാമ്മയ്ക്ക് ലാസ്റ്റ് പണി എടുക്കട്ടാ. അത് പറ്റില്ല, ഞാൻ മാമയ്ക്കൊരു ഒന്നും കൊടുക്കാനുള്ള. സോ ഗൈസ്, അപ്പം നമുക്ക് ഇനി ചെയ്യേണ്ടത് എല്ലാ സാധനങ്ങളും അവിടെ കൊണ്ടുപോയി വെക്കുക. നല്ല പണിയാണ് അത്. പഴഞ്ഞ എവിടെയാണാവോ ഗൈസ്. അപ്പം നമുക്ക് ഇവിടെ നിൽക്കട്ടെ. പഴണ്ട മുകളിലുണ്ടാ? ആ, മുകളിലുണ്ടായിരുന്നു. ചേട്ടാ ഓടിപ്പോയിരുന്നു കേട്ടോ. എവിടെയെന്ന് അറിയണ്ടേ? കുഴപ്പമില്ല. ഇതൊക്കെ സ്പൈഡർ അങ്ങോട്ട് വേണ്ടി എന്നൊക്കെ നേരം കൊണ്ട് എത്തിക്കൂടെ അങ്ങോട്ട് പോട്ടാ. ഇത് ഡ്രോപ്പ് ചെയ്ത് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഇത് അടച്ചേക്കാം. സ്പൈഡർ എങ്ങോട്ട് പോണേന്ന് അറിയാലോ. സ്പൈഡർ അവിടെ ഉണ്ട്. നമുക്ക് നേരം കൊണ്ട് ഇങ്ങോട്ട് പോട്ടാ. അപ്പം ഞാൻ കഷ്ടപ്പാടായിട്ടാണ് ചെയ്യണേ. നിങ്ങൾ ലൈക്ക് തരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പം നിങ്ങൾ ലൈക്ക് തരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ കളിക്കണേ. അപ്പം ഞാൻ ഈ എസ്കേപ്പ് ചെയ്ത് ഗെയിമില്ലേ, ഞാൻ നിങ്ങൾക്കൊരു കാര്യം പറയാട്ടാ. ഒന്ന് അങ്ങോട്ട് പോടാ പ്ലീസ് പ്ലീസ്. ഒന്ന് അങ്ങോട്ട് പോകും. അങ്ങോട്ട് കഴിഞ്ഞാൽ വലിയ ഉപകാരമായിരുന്നു കേട്ടാ. അവൻ അങ്ങോട്ട് പോകണ്ടട്ടാ. അവന് കഴിഞ്ഞ് അങ്ങോട്ട് തിരിയാനോ കേട്ടാ. ഓ, നമ്മളെ പറ്റിച്ച്. പണിയിട്ടാണ്. അവൻ്റെ കാല് ഞാൻ നോക്കട്ടെട്ടാ. വീണ്ടും അങ്ങോട്ട് പോകണ്ട്. അവനൊക്കെ അങ്ങോട്ട് പോകണ്ട്. അവൻ അങ്ങോട്ട് യൂട്ടേൺ എടുത്ത്. അപ്പം നമുക്ക് ഇത് ഈ വഴിക്കൂടി ഇങ്ങോട്ട് പോകട്ടാ. എങ്ങനെയുണ്ട് കളി? അപ്പം നമുക്ക് അപ്പം നമ്മൾ ഇവിടെ വന്ന് വിളിച്ചിട്ടാ. ഇനി സ്പൈഡർ വെച്ചേട്ടാ. ഇതാകുമ്പോൾ നമുക്ക് നോക്കാമല്ലേ. സ്പൈഡർ അവിടെ ഉണ്ട് കേട്ടാ. നമുക്കപ്പം ഇതിൽ കൂടെ പോയി എടുക്കട്ടാ. അപ്പം നമ്മൾ ലാസ്റ്റ് സാധനം എടുത്തിരിക്കുകയാണ്. ഇനി സ്പൈഡർ ഒന്നും കൂടി മുന്നോട്ടാ. സ്പൈഡർ നടക്കാൻ ശബ്ദം നിങ്ങൾക്ക് കേൾക്കാൻ പറ്റണ്ട? കേട്ടില്ലേ? സ്പൈഡർ ഒറ്റേട്ടാ. സ്പൈഡർ അങ്ങോട്ട് വേണ്ടിട്ടാ. നമ്മൾ ഓടിപ്പോവാണ്. നമ്മുടെ എസ്കേപ്പ് എത്തിയിരിക്കുകയാണ്. നിമിഷം എത്തിയിരിക്കുകയാണ്. സോ ഗൈസ്, അപ്പം നമ്മൾ ഒന്ന് റെഡി ആവട്ടെട്ടാ. സോ ഗൈസ്, അപ്പം നമുക്ക് എല്ലാ സാധനങ്ങളും കിട്ടി. ആദ്യം നോക്കി, പിന്നെ സെക്കൻഡ് നമുക്ക് ഇത് മുറിക്കാനുള്ള കട്ടർ, നമുക്ക് ഈ എന്തോട്ടാ അതിൻ്റെ പേര് നോക്കട്ടെ, സ്റ്റിക്ക്, വുഡ് ആൻഡ് സ്റ്റിക്ക്. അപ്പോൾ നമുക്ക് നേരെ വെച്ചാലോ. ആദ്യം നമുക്ക് വുഡ് ആൻഡ് സ്റ്റിക്ക് വെക്കാം. അപ്പം നമ്മൾ ആദ്യം വുഡ് ആൻഡ് സ്റ്റിക്ക് വെച്ച് നമ്മൾ തുറന്ന് നമുക്ക് ഇത് കട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ അത് കട്ട് ചെയ്ത് സ്കിപ്പ് അടിച്ചള ചെയ്ത് ഇനി താക്കൂല് നോക്കുമ്പോൾ ഞാനൊരു കാര്യം പറയാണ്. ഇഷ്ടപ്പെട്ട ലൈക്കിനെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് അയച്ചെടുക്കാനും മറക്കരുത്. ഞാൻ തുറക്കാൻ പോയെന്ന് നിങ്ങൾ കണ്ണൂർ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. 3, 2, 1, 0. സോ ഗൈസ്, അപ്പോൾ തുറന്നു ചേട്ടാ.
സോ ഗൈസ് അപ്പം തുറന്ന് നമുക്ക് ഇനി ഓടിപ്പോവല്ലേ, ഓടിക്കോ. സോ ഗൈസ് അപ്പം നമ്മൾ രക്ഷപ്പെട്ടിരിക്കുകയാണ്. ഗ്രാനി നോക്കിക്കാണ് കേട്ടാ. നമ്മളെ ലാസ്റ്റ് ഗ്രാനിക്ക് പണി കൊടുത്തിട്ടാണ് നമ്മൾ പോയേക്കണേ. പിന്നെ ആസ്മയുടെ സുഖമുണ്ടാകേണ്ട തോന്നേ. സോ ഗൈസ് അപ്പം നമ്മുടെ ഗ്രാനി ചാപ്റ്റർ 1 അപ്പം നമ്മുടെ കഴിഞ്ഞിരിക്കുകയാണ്. എനിക്കത് പറയാനുള്ളത്, ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് ഗ്രാനിയുടെ ഒരു മിനിറ്റ് കേട്ടോ ഗൈസ്. അപ്പം നമ്മൾ അങ്ങനെ ആദ്യമായിട്ട് ഗ്രാനിയുടെ ഫുൾ എസ്കേപ്പ് നമ്മളങ്ങനെ ചെയ്തിരിക്കുകയാണ് ഗ്രാനി ചാപ്റ്റർ 1. അപ്പോൾ നമ്മൾ ആദ്യം നമ്മൾ ഡോർ എസ്കേപ്പ്, പിന്നെ നമ്മൾ കാർ എസ്കേപ്പിനായിട്ട് ഫുൾ സാധനങ്ങൾ വേണ്ടേ, അത് നമ്മൾ സെക്കൻഡ് ചെയ്ത്. പിന്നെ തേർഡാണ് കേട്ടോ നമ്മുടെ എന്തോട്ടാ മറന്നു പോയില്ല, ഡ്രൈനേജ് എസ്കേപ്പ്. അതിനകത്ത് 3 സാധനങ്ങൾ വേണ്ടി വരുള്ളൂ കേട്ടോ. സോ ഗൈസ് അപ്പോൾ നമുക്ക് സെൻട്രീനയുടെ പാവക്കൂട്ടി വെക്കാൻ പറ്റില്ല. സോ ഗൈസ് പിന്നെ എന്താ പറയുന്നത്, ഞാൻ ഈ വീഡിയോയിൽ കുറച്ച് നേരം മുമ്പ് പറഞ്ഞില്ലേ, വീഡിയോ ചെയ്യുമ്പോൾ ഇച്ചിരി ഒരു കാര്യം പറയാണ്ടെന്ന്, അത് ഞാൻ പറയാം കേട്ടോ. സോ ഗൈസ് അപ്പോൾ നാളെയാണ് എൻ്റെ സ്കൂൾ തുറക്കണേ. എല്ലാവർക്കും അറിയിക്കില്ല, നാളെയാണ് സ്കൂൾ തുറക്കണേ. ഈ ലീവിനാണ് ഞാൻ തുടർച്ചയായിട്ട് വീഡിയോ ഇടാൻ തുടങ്ങിയേക്കണേ. അപ്പോൾ സ്കൂൾ തുറക്കുമ്പോൾ എപ്പോഴൊക്കെ വീഡിയോ ഇടാൻ പറ്റണമെങ്കിൽ ഞാനൊരു പിന്നെ വീഡിയോയിൽ പറയാം കേട്ടോ. ഗെയിമൊക്കെ ഇടാൻ പറ്റുള്ളൂ. ഞാനിപ്പോൾ 10ാം ക്ലാസ്സിലോട്ടായിട്ട്, അതുകൊണ്ട് ഇച്ചിരി ടൈറ്റാണ്. അതുകൊണ്ട് ഞാൻ എപ്പോഴൊക്കെ ചിലപ്പോൾ ഒന്നരാടായിരിക്കും വീഡിയോ ഇടാൻ പറ്റണേ. ഞാൻ ഒരു 2 ദിവസം കഴിഞ്ഞിട്ടൊക്കെ പറയാം കേട്ടോ. 2 ദിവസം വീഡിയോ ഉണ്ടാവില്ല കേട്ടോ, ക്ഷമിക്കണം. 10ാം ക്ലാസ്സിലായത് കൊണ്ടാണ്. 10ാം ക്ലാസ് കഴിയുമ്പോൾ എന്തായാലും വീഡിയോ എന്തായാലും എന്നും ഇടും, അത് ഉറപ്പാണ് കേട്ടോ. സോ ഗൈസ് അപ്പോൾ ഞാൻ 2 ദിവസം കഴിഞ്ഞിട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞിട്ട് പറയാം കേട്ടോ. 9ലേക്ക് ആണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു, ഇപ്പോൾ 10ലോട്ടായില്ലേ. 9ലേക്ക് ആണെങ്കിൽ സാധാരണ സമയത്തൊക്കെ സ്കൂൾ വിടുമായിരുന്നു. 4 മണിക്കൊക്കെ വിടാൻ പറ്റുള്ളൂ. അപ്പോൾ അപ്പോഴൊക്കെ വീഡിയോ എടുക്കാൻ പറ്റുന്ന ടൈമിൽ ഒക്കെ നോക്കിയിട്ടാണ് എനിക്ക് എന്തോട്ടാ വീഡിയോ എടുക്കാൻ പറ്റണേ. വീഡിയോ എടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ എഡിറ്റിംഗ് കൂടി ചെയ്യണ്ടേ, അത് പിറ്റേ ദിവസം എടുക്കാൻ പറ്റുള്ളൂ. ആ ദിവസം തന്നെ ഇടണം. അപ്പോൾ ഗൈസ് അപ്പോൾ നമ്മുടെ ഇത്രയും നമുക്ക് കാര്യങ്ങൾ പറയാനുണ്ടാവുള്ളൂ. പിന്നെ ഒന്ന് പറയാനുണ്ട്. സോ ഗൈസ് അപ്പോൾ നമ്മുടെ ഇത്രയേ ഉള്ളൂ വീഡിയോ. ഡ്രൈനേജ് എസ്കേപ്പ് ഈസി ആയിരുന്നത് കൊണ്ടാണ് ഞാൻ ലാസ്റ്റ് ചെയ്യുന്നത്. പിന്നെ കഷ്ടപ്പെടണ്ടല്ല, നമ്മൾ പാടുള്ളതൊക്കെ നേരത്തെ ചെയ്ത്. സോ ഗൈസ് അപ്പോൾ നമ്മുടെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് അയച്ചെടുക്കാനും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ബൈ. അപ്പോൾ സ്കൂളിൻ്റെ കാര്യം 2 ദിവസം കഴിഞ്ഞിട്ട് പറയാം. അപ്പോൾ 2 ദിവസം വീഡിയോ ഉണ്ടാവില്ല, സോറി. അപ്പോൾ എല്ലാവർക്കും ബൈ.